എത്ര നന്മകൾ ചെയ്തവൻ, മറക്കല്ലേ ഒരു നാളും മനമേ. എത്ര നന്മകൾ ചെയ്തവൻ, മറക്കല്ലേ ഒരു നാളും മനമേ. എണ്ണി എണ്ണി സ്തുതിപ്പിൻ, എല്ലാ നാമം സ്തുതിപ്പിൻ, നന്ദിയോടെ നല്ലവന് സ്തുതിപ്പിൻ. എണ്ണി എണ്ണി സ്തുതിപ്പിൻ, എല്ലാ നാമം സ്തുതിപ്പിൻ, നന്ദിയോടെ നല്ലവന് സ്തുതിപ്പിൻ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 36-ാം അധ്യായം 27 മുതൽ 33 വരെയുള്ള ദൈവവചന ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ സകല ചരാചരങ്ങളുടെ മേലും അധികാരമുള്ളതായ ഒരു ദൈവത്തെക്കുറിച്ചാണ് നമുക്ക് അവിടെ വായിപ്പാനായിട്ട് കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് നാം വായിക്കുമ്പോൾ ആകാശത്തെയും ഭൂമിയെയും ആകാശത്ത് കാണുന്ന സകല പറവജാതികളെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും അടക്കം ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ദൈവമാണെന്നും സൃഷ്ടിതാവെന്നുള്ള നിലയിൽ ദൈവത്തിന് സൃഷ്ടിയുടെ മേൽ പൂർണ്ണ അവകാശവും അധികാരവുമുണ്ടെന്നും ഓർമ്മപ്പെടുത്തുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെയും ഭക്തനായ യോബിനോട് എലീഹു പറയുകയാണ്, സകലത്തിൻ്റെ മേലും അധികാരമുള്ള ഒരുവൻ ഈ ലോകത്തുണ്ടെങ്കിൽ അത് സർവശക്തിയുള്ള ദൈവമാണെന്ന് അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചും അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചും വായിക്കുമ്പോൾ കാറ്റിനോടും കടലിനോടും പ്രകൃതിയോടും ഒക്കെ എന്ത് കൽപ്പിക്കുന്നുവോ അങ്ങനെ തന്നെ പ്രകൃതി പോലും കടൽ പോലും ആ സൃഷ്ടിതാവായ ദൈവത്തെ അനുസരിക്കുന്ന ചരിത്രമാണ് കാണുവാനായിട്ട് കഴിയുന്നത്. പടകിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റതിശക്തമായി അടിച്ച് പടക് ആഴമായി ആടിയുലയുമ്പോൾ കടലിനോടും കാറ്റിനോടും അടങ്ങുവാനും ശാന്തമാകുവാനും പറഞ്ഞപ്പോൾ അത് സംഭവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രകൃതിയുടെ മേൽ പൂർണ്ണ അധികാരമുള്ളവനാണ് ദൈവമെന്ന് ആ വാക്കുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ലെഗിയോൻ ഭൂതാത്മാക്കൾ വ്യാപരിച്ചിരിക്കുന്ന മനുഷ്യൻ വസ്ത്രം ധരിക്കാതെ സ്വന്തം ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് സെമിത്തേരിക്കുള്ളിൽ കല്ലറയ്ക്കുള്ളിൽ വസിക്കുന്നു. ആ ഭൂതാത്മാക്കളോട് ആ മനുഷ്യ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടു പോകുവാൻ പറഞ്ഞപ്പോൾ അത് സംഭവിക്കപ്പെട്ടെങ്കിൽ സകല ശക്തിയുടെ മേലും അധികാരമുള്ളവനാണ് ദൈവമെന്ന് അവിടെ തെളിയിക്കപ്പെടുകയാണ്. മരിച്ച മനുഷ്യൻ്റെ മൃതശരീരം ചുമ്മിക്കൊണ്ട് പട്ടണവാതിക്കലേക്ക് വരുന്ന ആ വിധവയെ അവിടെ നിർത്തിയ ശേഷം ആ ശവമഞ്ചത്തിൽ തൊട്ടിട്ട് ആ മരിച്ചവനോട് എഴുന്നേറ്റ് വരിക എന്ന് പറഞ്ഞപ്പോൾ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് വന്നെങ്കിൽ മരണത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ് ദൈവം. 18 വർഷം കൂനിയായി നടന്നവളെ യേശു എഴുന്നേറ്റ് നിവർന്നു നിൽക്കാൻ പറഞ്ഞപ്പോൾ ആ രോഗാത്മാവ് അവളെ വിട്ടുപോയെങ്കിൽ രോഗത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ് ദൈവം എന്ന് തെളിയിക്കപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ബൈബിൾ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ അധികാര പരിധിക്കുള്ളിലുള്ളതാണ് മനുഷ്യ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയുന്നതും കാണുവാൻ കഴിയാത്തതുമായ സകലത്തിൻ്റെ മേലും അത്യുന്നതനായ ദൈവത്തിന് അധികാരമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നെയും നിങ്ങളെയും വിളിച്ചു വേർതിരിച്ച് ദൈവരാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർത്തിരിക്കുന്ന ദൈവത്തിന് സകലതും അധികാരമുണ്ട്, സകലതും ചെയ്യുവാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തിൽ മാത്രം പ്രത്യാശ വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനുള്ള ആഴമായ പ്രേരണയും ആത്മശക്തിയുമാണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് എന്നീ വചനങ്ങൾ നമ്മെ ഓർപ്പിക്കുകയാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
ഈ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലാണ് നാം ഭാരം അനുഭവിക്കുന്നതെങ്കിൽ ആ വിഷയത്തിൻ്റെ മേൽ അധികാരമുള്ളൊരു ദൈവമാണ് നമുക്കുള്ളതെന്നും ആ ദൈവം നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരകനാണ്. രോഗമായാലും ദുഃഖമായാലും നിന്ദയായാലും പഴിയായാലും പരിഹാസമായാലും നിന്ദകളായാലും എല്ലാറ്റിൻ്റെ മേലും അധികാരമുള്ള ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കാതോർത്ത് കാത്തിരിക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, സകലത്തിന്മേലും അധികാരമുള്ളൊരു ദൈവം ഞങ്ങളുടെ സൃഷ്ടിതാവായി ഞങ്ങളുടെ കൂടെയുള്ളതുകൊണ്ടും ഞങ്ങളെ ചൊല്ലി വിളിച്ച് തൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർത്തിരിക്കൊണ്ടും ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിലനിൽപ്പാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണമേ. ദൈവാനുഗ്രഹം കൊണ്ട് നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.